സുഹൃത്തുക്കളെ, ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് ഞാൻ പറയട്ടെ. ഈ ഡയലോഗാണ് ഈ ഒരു വീഡിയോ കാണാൻ കാരണമായത്. അത് ഇങ്ങനെയാണ്: പുറ്റുങ്ങൽ അമ്മയോട് വേണ്ട, അത് എത്ര വലിയവൻ ആയാലും എന്ന രീതിയിലുള്ള ഒരു കമന്റിന്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ കാണുന്നത്. ഞാൻ കണ്ടു നോക്കുമ്പോൾ ഇത് എന്തുവാടാ ഈ പറയുന്നതെന്ന് അറിയപ്പോഴും ഒന്ന് കേട്ടോക്കണേ. ഞാനിന്ന് രാവിലെ ഉള്ളത് വർക്കല പാപനാശത്താണ്. ഇവിടെ വർക്കല ഈ ചെങ്ങാതി ഏതാണെന്ന് അറിയില്ല. ജനാസനവുമായി ബന്ധപ്പെട്ട് ലോക പ്രശസ്ത ഭജൻ ഗ്രൂപ്പായ നന്ദഗോവിന്ദം ഭജൻസ് ഈ വരുന്ന മാർച്ച് 29 വർക്കലയുടെ മണ്ണിലെത്തുകയാണ്. അപ്പൊ നമുക്കറിയാം, നന്ദഗോവിന്ദം ഭജൻസ് എവിടെ ഉണ്ടെങ്കിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളും സംഗീത ആസ്വാദകരും അവിടെ തടിച്ചുകൂടാറുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അതിന് ഇടക്കുറവ് ഉള്ളതുകൊണ്ട് പാപനാശം കടപ്പുറത്താണ് ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വാസികളായാലും വിശ്വാസികളല്ലാത്തവരായാലും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും, അതിപ്പോൾ ഏത് ജാതി മതമില്ലാതെ തന്നെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ അവരുടെ ആ ഒരു അറേഞ്ചിങ്, അവർ ആ പാടുന്ന രീതികൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത് കേൾക്കാൻ പോയിരിക്കാറുണ്ട്. ഒരു രക്ഷയില്ല, ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആളുകൾക്ക് അത് നൽകും. അത് രാഗത്തിൻ്റെയും അവർ ചൊല്ലുന്ന രീതിയുടെ ഒക്കെ ഒരു എന്താ പറയുക രീതി ഒരു ബാക്കിയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഗുണമാണെന്നൊക്കെ നമുക്കതിനെ പറയാം. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭഗവതിയുടെ ഈ തിരുനടയിലേക്ക് വരുന്നവരാരായാലും അത് അമ്മയെ വണങ്ങിയിട്ട് മാത്രം അങ്ങോട്ട് കയറിയാൽ മതി. അല്ലാത്തൊരു പരിപാടിക്ക് ഏത് വലിയവനായാലും അങ്ങോട്ട് വരണ്ട എന്നാണ് ഈ ഒരു ചെങ്ങാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗതി കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇനി ഇങ്ങനെ പറയുന്നത്? ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളും ഈ നന്ദഗോവിന്ദ ഭജൻസിലെ ആളുകൾക്കുണ്ടോ? എന്തായാലും എന്താണ് ഇയാൾ പറയുന്നത് കേൾക്കാം. അപ്പോ ഇവിടെ ബലിമണ്ഡപമുണ്ട്, ബീച്ച്, വിശാലമായ ബീച്ചുണ്ട്. ഇവിടെ എത്ര ജനങ്ങൾ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥല സൗകര്യമുണ്ട്. അപ്പൊ നന്ദഗോവിന്ദത്തെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും അതെ, നന്ദഗോവിന്ദ ഭജൻസിലെ ആളുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ചെങ്ങാതി കാര്യം പറയുന്നത്. ഈ മാസം 29 കണ്ടാണ് ഈ പ്രോഗ്രാം അവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും കേൾക്കണേ. ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗംഭീര വെടിക്കെട്ട് അപകടം ഉണ്ടായ ഒരു അമ്പലമാണ്. കുറച്ചു പേരൊക്കെ മരിച്ചു. ക്ഷേത്രങ്ങളിൽ ഈ ഒരു ഭജൻ നടത്താനായി എത്തുമ്പോൾ നേരെ സ്റ്റേജിലേക്ക് പോകാതെ അവിടുത്തെ ആരാധനാമൂർത്തിയെ ഒന്ന് കണ്ട് വണങ്ങി അനുവാദം വാങ്ങിച്ചതിന് ശേഷം സ്റ്റേജിലേക്ക് പോയി പ്രോഗ്രാം അവതരിപ്പിക്കാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഇതാണ് ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇത് ഭീഷണിയാവുന്നത്? ഈ ഭജൻസ് അവതരിപ്പിക്കുന്ന ഈ ആളുകള്, ഭജൻസ് അവതരിപ്പിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസിലെ എല്ലാവരും ഒരുപക്ഷെ പ്രോഗ്രാം സ്ഥലത്തേക്ക് വരുമ്പോൾ അവർ നേരിട്ട് സ്റ്റേജിലേക്കാണ്ട് കയറുകയും പരിപാടി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. അതിനു മുമ്പായിട്ട് ഈ അമ്പലത്തിൽ വന്നിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. അവിടെ പോയിട്ട് അനുവാദം ചോദിക്കണം. ആ ദേവിയോട് അനുവാദം ചോദിക്കണം. എന്താണ് അനുവാദം? ഞങ്ങളിവിടെ ചെറുതായിട്ട് പാട്ട് പാടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ അനുവാദം നിങ്ങളും തരികയാണെങ്കിൽ ഞങ്ങളവിടെ പോയി പാടായിരുന്നു. ഈ അനുവാദം കിട്ടിയെന്ന് എങ്ങനെ അറിയാമെന്ന് വലിയ പിടുത്തൊന്നുമില്ല. എന്തായാലും അനുവാദം ചോദിക്കണമെന്നാണ് ഈ ഒരു മഹാനുഭാവം പറയുന്നത്. ഇവർ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. അത്ര ഏത് നന്ദഗോവിന്ദ ഭജൻസിന് ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഏതെങ്കിലും അമ്പലത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ നേരെ സ്റ്റേജിലേക്കാണ്ട് കയറുക, അവർ ആ ഒരു ഭജന അങ്ങോട്ട് അവതരിപ്പിക്കുക. ഇവിടെ ഇപ്പം നടക്കുന്നൊരു വലിയ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭജന എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെത് മാത്രമാണ് എന്ന് വിശ്വസിച്ച് പോയ ഈ ഒരു പാവം ചെങ്ങാതിയുടെ ചില ജൽപ്പനങ്ങളാണ്, ചില വിഡ്ഢിത്ത വർത്തമാനങ്ങളാണെന്നുള്ളത് വേറൊന്നും പറയാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ ആജ്ഞാപനമാണ്. നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ആൾക്കാർ വെറുതെ വന്നിട്ട് ഇവിടെ പാട്ട് പാടി പോവാന്ന് വിചാരിക്കേണ്ട, ദേവിയെ വണങ്ങാതെ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്ഷേത്രത്തിലേക്ക് പാട്ട് പാടാൻ വേണ്ടി കുറച്ച് ഗാനമേള ട്രൂപ്പിന് വിളിക്കുന്നു. ഇതൊരു ഗാനമേള ട്രൂപ്പാണ്. എന്ത് ഭജൻസ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇതൊരു ഗാനമേള ട്രൂപ്പാണ്. ഇവർ ദൈവത്തെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ മാത്രമല്ല, നല്ല അടിപൊളി സിനിമാ പാട്ടുകളും ഇവന്മാർ ഇതിൻ്റെ ഇടയിൽ പാടും. സിനിമാ പാട്ടുകളാണ്. ആ സിനിമാ പാട്ടുകൾ പാടും. ഇനിയിപ്പോ ഏത് പാട്ടായാലും, ഇനിയിപ്പോൾ കീർത്തനമായാലും ഏതെങ്കിലും മതത്തിന്റെ മേലപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ നെഞ്ചത്തോട്ടൊന്നും ഇവിടെയുള്ള കർണാടക സംഗീതം കെട്ടിയിട്ടൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. കർണാടക സംഗീതം ഒരുപക്ഷെ ഏറ്റവും ഗംഭീരമായിട്ട് പാടുന്ന ആളുകളിൽ ഒരാള് നമ്മുടെ യേശുദാസ് ആണ്. അദ്ദേഹം ക്രിസ്ത്യനാണെന്നുള്ളൊരു നല്ല ഓർമ്മ ഉണ്ടാവണേ.
എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ, നമുക്ക് ഈ കാര്യത്തിൽ കിടക്കാം. ഇവിടെ ഈ ചെങ്ങാതെ ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അമ്മയെ ആരാധിക്കാതെ, അമ്മയുടെ അനുവാദം വാങ്ങിക്കാതെ, ഈ അമ്മ എന്ന് പറയുന്നത് ദേവിയാണ്, അവിടെ ആ ഒരു എന്താ പറയുക അമ്പലത്തിൽ ഉള്ള പ്രതിഷ്ഠയുടെ അനുവാദം വാങ്ങിക്കാണ്ട് അവിടെ സ്റ്റേജിൽ കയറി പാടണ്ട എന്നാണ് ഈ ഒരു മനുഷ്യന്റെ ഭീഷണി. ഇനി ഇത് ഈ ചെങ്ങാതിയുടെ മാത്രം ഭീഷണിയാണോ, ഇനി അവിടെയുള്ള കുറച്ചു കനകോലുകൾ എല്ലാവരും കൂടിയിട്ട് കുറച്ചു കാവ്യ വസ്ത്ര ദീക്ഷികൾ എല്ലാവരും കൂടിയിട്ട് ഇയാളെ ഏൽപ്പിച്ചതാണോ ഈ ഒരു കാര്യം പറയാനൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. ബാക്കി കേൾക്കണേ. അടുത്തിടയ്ക്ക് നമുക്ക് പലവരിൽ ഒരു പ്രോഗ്രാമിൽ കണ്ടതാണ്, അവരുടെ ഭജൻ തടസ്സപ്പെടുന്ന രീതിയിൽ പെരുവഴയിലേക്ക് അത് മാറുകയുണ്ടായി. നവീനും കൂട്ടരും ഒക്കെ ക്ഷേത്ര മുന്നിൽ എത്തിയപ്പോൾ അമ്പലത്തിൽ പോയിട്ട് സ്റ്റേജിലേക്ക് പോകാമെന്ന് പറഞ്ഞെങ്കിലും അവരത് അവഗണിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നില്ല, നേരെ സ്റ്റേജിലേക്ക് പോകാം എന്ന തീരുമാനമെടുക്കുകയും സ്റ്റേജിൽ ചെന്ന സൗണ്ട് ചെക്കൊക്കെ തീർന്ന സമയത്ത് പെരുമഴ പെയ്യുകയും അവരുടെ ഭജൻ തടസ്സപ്പെടുന്ന അവസ്ഥ നമ്മൾ പലവരിൽ. ഇത് ദൈവമാണങ്ങനെ ചെയ്യിച്ചെങ്കിൽ എമ്മാതി ചതിയാന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പേരുടെ ശാപം ഉണ്ടാവും ഒരു ദൈവത്തിന് ആലോചിച്ച് നോക്കിയേ. എത്രയോ ആളുകൾ അവരെ പാട്ട് കേൾക്കാൻ വരുന്നു, വിശ്വാസികളുണ്ട്, വിശ്വാസികളല്ലാത്ത ആളുകളുണ്ട്, സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലയോ? വെറും സംഗീതം ഇഷ്ടപ്പെടുക മാത്രം, അല്ലാതെ ദേവിയോട് ഇഷ്ടമോ മറ്റോ ഇല്ലാത്ത മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഇവരുടെ ഈ ഭജൻ കേൾക്കാൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവര് അവിടെ ഏതൊരു ക്ഷേത്രത്തിലൊന്ന് പ്രാർത്ഥിക്കാതെ ഒന്ന് അവിടെ കയറിയോണ്ടാണ് അത്ര മഴ പെയ്തത്. എൻ്റെ പൊന്നു സുഹൃത്ത്, ഇതൊരു വേനൽക്കാലമാണ്. വേനൽ മഴ എന്ന് പറയുന്ന പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യും. ഒരു ആശ്വാസത്തിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വേനൽ മഴ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. ഇത് എപ്പോഴാണ് പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇത് പെയ്താൽ തന്നെ ഇതിപ്പോൾ അവരെ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് അവിടെ മഴ പെയ്തത്, പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അന്ന് മഴ പെയ്യില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാവിഡ്ഢിത്തര വർത്തമാനം എന്നല്ലാതെ ഈ 2026 ഇതൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര വലിയ ഭജൻ ആയാലും കുറ്റിങ്ങലമ്മയുടെ മണ്ണിൽ NG ശ്രീകുമാർ പോലെ നിരവധി പ്രശസ്തരായ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ അമ്മയെ വണങ്ങിയതിനു ശേഷമാണ് അവരുടെ പ്രോഗ്രാമിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിനൊപ്പം നമ്മൾ ചോദിക്കേണ്ട, ഈ ഒരു ചേട്ടനോട് ചോദിക്കേണ്ട ഒരു ഗംഭീരമായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഒരു പുറ്റിങ്ങൽ എന്ന് പറയുന്ന അതേ ക്ഷേത്രത്തിൽ തന്നെ ഒരു ഗംഭീരമായിട്ടൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം പ്രധാനമന്ത്രി അടക്കം വന്ന് സന്ദർശിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഒരു ഗംഭീരമായിട്ടുള്ളൊരു വെടിക്കെട്ട് അപകടം ഉണ്ടായത്. ആ വെടിക്കെട്ട് അപകടം ഉണ്ടാവാൻ കാരണം ആ വെടിക്കെട്ട് നടത്തുന്ന ആളുകൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണോ? ഞാൻ അറിയാത്തോട് ചോദിക്കാൻ കേട്ടോ. ഈ ഒരു വെടിക്കെട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ദീപമൊക്കെ കൊണ്ടുപോയിട്ടാണ് കത്തിക്കുക. അപ്പോൾ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് എല്ലാ വെടിക്കെട്ടും എല്ലായിടത്തും നടക്കുന്നത്. എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ്. പലപ്പോഴും അത് തീ കൊളുത്താനുള്ള ദീപം ഒരു കത്തിച്ചു കൊടുക്കുക, ആ ഒരു തിരി കത്തിച്ചു കൊടുക്കുക മിക്കവാറും ക്ഷേത്രത്തിനുള്ളിൽ നിന്നായിരിക്കും. അത് കൊണ്ടുപോയിട്ടാണ് അത് കത്തിച്ച് വെടിക്കെട്ടൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ആ അപകടത്തിന് എന്ത് കാരണമാണ് ഈ ചേട്ടന് പറയാനുള്ളത്? എന്തായാലും ചേട്ടൻ അതിനൊത്തൊന്നും പറയണ്ടാവില്ലേ, കേൾക്കാം. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായമാണ്, മഴ പെയ്യുന്നത് പ്രകൃതിയുടെ ഒരു അവസ്ഥയാണ്. എങ്കിലും എല്ലാ ഭക്തജനങ്ങളും അന്ന് ഇതിനെപ്പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭജൻ ആസ്വദിക്കുന്നതിന് വേണ്ടി വർക്കല പാപനാശം ബീച്ചിലേക്ക് മാർച്ച് 29-ാം തീയതി വൈകുന്നേരം 7 മണി മുതലാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ നന്ദഗോവിന്ദൻ കാണാൻ, ഭജൻ ആസ്വദിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങോട്ടെത്തുക. ഓക്കെ, എങ്ങനെയുണ്ട്? ചെറിയൊരു ഭീഷണി, അതിൻ്റെ ഒപ്പം പറ്റുമെങ്കിൽ അങ്ങോട്ട് വരിക, അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഇവരൊരു പാട്ടുകാരാണ്. ഭജൻ പാടുക എന്നുള്ളതാണ്. അത് ക്ഷേത്രത്തിൽ പാടാം, ക്ഷേത്രത്തിൽ പാടാത്ത സംഗതികളുണ്ട്, ചില സ്റ്റേജിൽ പാടാം, പുറത്ത് പാടാം. എവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭജൻ പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ എവിടെ പോയി പാടും. അതിപ്പോൾ അമ്പലത്തിൽ തന്നെ പാടാൻ ഇവർക്ക് അവകാശമുള്ളൂ, അല്ലെങ്കിൽ ഇവർ അമ്പലത്തിൽ തന്നെ പാടുന്നുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് ഒരു ഭജന അവതരിപ്പിക്കാൻ വരാമോ എന്ന് വെച്ചാൽ അവർ വരും. അവർക്ക് ഇത് പാടുക എന്ന് മാത്രമേ ഉള്ളൂ. അത് അമ്പലത്തിൽ തന്നെ പാടിയാലേ ഇത് പാട്ടാവുള്ളൂ, അമ്പലത്തിൽ തന്നെ പാടിയാലേ ഇത് ഭജന ആവുള്ളൂ എന്നൊന്നും അവർക്ക് ചിന്തയൊന്നുമില്ല കേട്ടോ. അവരെല്ലായിടത്തും വേണമെങ്കിൽ പാടും. ഇതിലും ചിലരെ മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ചില പാട്ടുകളും മലയാളം പാട്ടുകളൊക്കെ അതിൽ കുത്തിത്തിരികിയിട്ട് ആളുകളെ രസകരമായി കൊണ്ടുപോകുന്നത്. അപ്പം മലയാളം പാട്ട് അതിൻ്റെ ഇടയിൽ പാടുന്നതിനിപ്പോൾ ഈ ഒരു ചേട്ടന് പ്രശ്നം ഉണ്ടാണാവോ? അല്ലേ? മലയാള സംഗീതം, നമ്മുടെ സിനിമാ പാട്ടുകൾ ഇതിൻ്റെ ഇടയിൽ ഭജനയുടെ ഇടയിൽ പാടി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതി എങ്ങനെ കോപിച്ച് അവിടെ ഇടിയും മഴയും പെയ്യുമെന്ന് വലിയ പിടുത്തമൊന്നുമില്ല. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് ഇവർ രീതി കേട്ടോ. ഇത്തരത്തിൽ ചില ആളുകളൊക്കെ നാട്ടിലുണ്ട്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പാടുന്ന ഒരാൾക്കാരെ ക്ഷണിക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. ഞങ്ങൾ പറയുന്ന പോലെ മാത്രം പാടിയാൽ മതി, അല്ലാതെ പാടണ്ട. അല്ല പാടി കഴിഞ്ഞാൽ ചിലപ്പോൾ കടലിൽ ഇങ്ങോട്ട് കയറി വരും, ആകെ പ്രശ്നമാവും എന്നൊക്കെയാണ് ഇപ്പോൾ ചേട്ടൻ്റെ വർത്തമാനങ്ങൾ.
ഇതിന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എനിക്ക് കേൾക്കണേ. ഇങ്ങനത്തെ വല്ല പാടാൻ വരുന്ന ആൾക്കാരോട് ഇന്ന സ്ഥലത്ത് പോയിട്ട് ആരെങ്കിലുമൊക്കെ കാൽക്കൽ വീണ് മാത്രം പാടിയാൽ മതി എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഈ ചേട്ടനോട് തന്നെയാണ്, ഇത് കേൾക്കുന്ന ആളുകളോടും. അവിടെ പുറ്റിങ്ങലിൽ ഒരു ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നു. അതിന് ഈ ചേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ബൈ.